ഇനി കാവ്യശാസ്ത്രം അഞ്ചാമത്തെ പ്രശ്നപത്രത്തിലെ 41 പേജിലേക്ക് പോവാം. നിബന്ധ് കിസേ കഹത്തെ ഹെ, നിബന്ധ് കെ ഭേദോ കാ സംക്ഷിപ്ത പരിചയ് ദീജിയെ. നിബന്ധ് എന്നാൽ എന്ത്? നമ്മൾ സാധാരണ നിബന്ധം എന്ന് പറഞ്ഞാൽ എസ് എന്നല്ലേ പറയുക. ആ എസ് എന്നാൽ എന്ത്? നിബന്ധ് കെ ഭേദോ കാ സംക്ഷിപ്ത പരിചയ് ദീജിയെ. നിബന്ധങ്ങൾ പല ടൈപ്പ് ഉണ്ട്. ആ പല ടൈപ്പ് നിബന്ധങ്ങളെ പറ്റി എസ് ലേഖനങ്ങളെപ്പറ്റി ഒരു വിവരണം തയ്യാറാക്കുക എന്നാണ്. ഈ കാവ്യത്തിൽപ്പെട്ടത് തന്നെ ഈ നിബന്ധം കേട്ടോ. നമ്മൾ കാവ്യം എന്ന് പറഞ്ഞാൽ കവിത എന്ന് മാത്രം എടുക്കാൻ പാടില്ല. സാഹിത്യത്തെ മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ നിബന്ധ് അല്ല കാവ്യം എന്ന് വിളിക്കാം. അപ്പോൾ ഈ നിബന്ധം ഏതിലാണ് വരുന്നത്? ഗദ്യകാവ്യത്തിൻ്റെ ഒരു വിഭാഗമാണ്. അതാണ് നിബന്ധ് ഗദ്യകാവ്യക്ക ഏക്ക് ഭേദക. നിബന്ധം എന്നുള്ളത് പ്രോസ് എന്ന് പറയുന്ന കാവ്യത്തിൻ്റെ ഒരു പിരിവാണ്. പ്രോസ് എന്ന് പറയുന്ന കാവ്യം അതിനൊരു കാവ്യമായിട്ട് കണക്കാക്കുകയാണ്. അതിൻ്റെ ഒരു വകഭേദമാണ് അത് എസ്സേ എന്ന് പറയുക. ഗദ്യക്ക വികാസ് പാശ്ചാത്യ സാഹിത്യക്ക് സമ്പർക്കക്ക് ദേൻ. ഗദ്യം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പാശ്ചാത്യ സാഹിത്യവുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ സംഭാവനയാണ്. എന്ന് പറഞ്ഞാൽ ഗദ്യം പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ സംഭാവനയാണ്. अंग्रेजों के कई विद्वानों ने निबंध के संबंध में अपने अपने मत प्रकट किए हैं. ഇംഗ്ലീഷുകാരായിട്ടുള്ള പല വിദ്വാൻമാരും നിബന്ധത്തെപ്പറ്റി അവരവരുടെ അഭിപ്രായത്തെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജിന്മേ വൈയക്തിക വിചാരവും കാ പ്രകാശൻ ഹുവാ ഹെ. മിക്കവാറുള്ള എല്ലാ നിബന്ധങ്ങളിലും എസ്സേകളിലും ലേഖകൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളെയാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക, പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക. നിബന്ധ് ഓ ഗദ്യരചനാഹെ. നിബന്ധം എന്ന് പറയുന്നത് ഗദ്യരചനയാണ്. അറിയാലോ, ഗദ്യത്തിലാണ് നിബന്ധ് എഴുതുക. ജിസ്മേ ലേഖക് കിസി ഭി വിഷയ പർ സ്വച്ഛന്ദതാപൂർവക് परंतु एक विशेष सौष्ठव संहिता अर्थात संयोग मेल सजीवता और वैयक्तिकता के साथ अपने भावों विचारों और अनुभवों को व्यक्त करता है. അപ്പോൾ നിബന്ധം എന്ന് പറയുന്ന ഗദ്യരചനയാണ്. ഇതിൽ ലേഖകൻ തൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി, തൻ്റെ എന്നല്ല ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി സ്വതന്ത്രമായിട്ട് എന്നാൽ ഒരു വിശേഷപ്പെട്ട ഒരു പ്രത്യേക ഭംഗിയിൽ സംഹിത എന്ന് പറഞ്ഞാൽ സംയോഗമേൾ പല പുതിയ പുതിയ കാര്യങ്ങളെയും ആഡ് ചെയ്യുക. ഇപ്പം അദ്ദേഹത്തിൻ്റെ അതായത് ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെ പല നിബന്ധം എടുത്ത് നോക്കിയാലും ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സജീവത, ജീവൻ തുളുമ്പുന്ന ഭാഷയായിരിക്കണം അതിലുപയോഗിക്കുക. പിന്നെ വൈയക്തികത കേസാത്ത്, പിന്നെ എഴുത്തുകാരൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ചേർന്നിട്ട് തൻ്റെ ഭാവങ്ങളും ആശയങ്ങളും അനുഭവങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു, ഗദ്യത്തിൽ ഉൾപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി സ്വതന്ത്രമായിട്ട് അയാൾ വർണ്ണിക്കും. പക്ഷെ അതിൽ ഭംഗിയും ഒരു സംയോഗമേൾ, ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്കലും ഒരു ചടുലതയും ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള ഭാവങ്ങളും ചിന്തകളും അനുഭവങ്ങളും ഒക്കെ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിബന്ധവും കെ ചാർ ഭേദ് മാനേ ജാത്തെ ഹെ. ഇതൊക്കെ വൺവേർഡും ചോദിക്കാം കേട്ടോ. നിബന്ധം 4 തരത്തിലുണ്ട്. ഒന്ന് വർണ്ണനാത്മക്, दूसरा कथात्मक या विवरणात्मक, तीसरा भावात्मक और चौथा विचारात्मक. पहला वर्णनात्मक, दूसरा कथात्मक या विवरणात्मक, तीसरा भावात्मक, चौथा विचारात्मक. इन्हें ओरोन्ने पറ്റി പറയുന്നു. वर्णनात्मक निबंधों में किसी घटना या पदार्थ का वर्णन रहता है. वर्णनात्मक निबंधങ്ങളിൽ വർണ്ണനാത്മകമായിട്ടുള്ള എസ്സേകളിൽ ഏതെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തെ വർണ്ണിക്കുന്നു. ഇസി കാ ഏക് രൂപ് റിപ്പോർട്ടാജ് ഹെ. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് റിപ്പോർട്ട് എന്ന് നമ്മൾ പറയില്ലേ, പത്ര റിപ്പോർട്ടുകളൊക്കെ. ഏതെങ്കിലും ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ വിശദമായിട്ട് അതിൽ വർണ്ണിച്ചിട്ടുണ്ടാവും. ഇനി കഥാത്മക യാ വിവരണാത്മക നിബന്ധോമേ കഥാ കെ സഹാരെ യാ കാൽക്രം കെ അനുസാർ ചിത്രൻ ഗതിശീൽ രഹത്താ ഹെ. കഥാത്മകം അല്ലെങ്കിൽ വിവരണാത്മക നിബന്ധങ്ങളിൽ കഥയിലൂടെ അല്ലെങ്കിൽ കാലക്രമത്തിനനുസരിച്ച് ഉള്ള ചിത്രീകരണങ്ങൾ അതിൽ വരണം.
കാലക്രമത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിൽ ചിത്രീകരിക്കും. ഗതിശീൽ രഹത്താഹ, അത് അത്തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് കഥയെ എന്ത് ചെയ്യുന്നു, ഗതിശീൽ രഹത്താഹ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. വർണ്ണൻ കാ സംബന്ധ് ദേശ് സേ ഹെ और വിവരൺ കാ സംബന്ധ് കാൽ സേ ഹെ. വർണ്ണന ദേശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, വിവരണം കാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതഹ വിവരണാത്മക നിബന്ധവുമേം വർണ്ണ്യവിഷയി സ്ഥിർ രൂപമേം നഹിഹെ. അതുകൊണ്ട് വിവരണാത്മകമായിട്ടുള്ള നിബന്ധത്തിൽ വർണ്ണ്യവിഷയം, ഏത് വിഷയത്തെപ്പറ്റിയാണോ വർണ്ണിക്കുന്നത് അതിനൊരു സ്ഥിരത ഉണ്ടാകില്ല. വരൻ ഗതിശീൽ രൂപമേ രഹത്താഹെ. അപ്പം അത് മാറിക്കൊണ്ടേയിരിക്കും എന്നാണ്. വിഷയങ്ങൾ വർണ്ണിക്കേണ്ട വിഷയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ റിപ്പോർട്ടിൽ അങ്ങനെയല്ലല്ലോ, റിപ്പോർട്ട് മാറില്ല, ഒരേപോലെ ഇരിക്കും. ഏക് പ്രഗതി സമയ और സ്ഥാൻ ദോനോ മേ ഹോ സക്തി ഹെ. ഈ മാറ്റം, ഈ പ്രോഗ്രസ് സമയത്തിനും സ്ഥാനത്തിനും അനുസരിച്ചായിരിക്കും. സമയ്ക്ക് പ്രഗതി കാൽക്രമേം और സ്ഥാൻ की പ്രഗതി യാത്ര ആദി കെ രൂപമേം ദേഖി ജാതി ഹെ. സമയത്തിൻ്റെ മുന്നേറ്റം, സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കാലക്രമത്തിൽ മാറ്റങ്ങൾ വരും. അതുപോലെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് യാത്ര, ഇങ്ങനെയുള്ള വിവിധ രൂപങ്ങളിൽ നമുക്ക് കഥാത്മക വിവരണാത്മക നിബന്ധ് എഴുതാൻ സാധിക്കും. അടുത്ത മൂന്നാമത്തെ ഭാവാത്മക നിബന്ധോ കാ പ്രധാന ഉദ്ദേശ്യ ഭാവോദ്രേക് യാ രസസഞ്ചാർ ഹെ. ഭാവാത്മക നിബന്ധത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഭാവങ്ങൾ അധിഷ്ഠിതമായിരിക്കും. മനസ്സിലുള്ള ഭാവങ്ങൾ ഉണ്ടല്ലോ, ആ ഭാവങ്ങൾക്ക് അധിഷ്ഠിതമായിരിക്കും ഭാവാത്മക നിബന്ധങ്ങൾ. അല്ലെങ്കിൽ അതിൽ നവരസങ്ങളിൽ മുങ്ങിയ തരത്തിലുള്ള നിബന്ധങ്ങളായിരിക്കും. നിബന്ധക്കായ സബ്സെ പ്രഭാവശാലി രൂപഹെ. അപ്പം നിബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു രൂപമാണ് ഈ ഭാവാത്മക നിബന്ധം. प्रेम, करुणा, हास्य, वीरता आदि के भावों का चित्रण करने वाले निबंध बड़े ही प्रभावपूर्ण होते हैं. പ്രേമം, കരുണ, ഹാസ്യം, വീരത തുടങ്ങിയ ഭാവങ്ങളെപ്പറ്റി ചിത്രീകരിക്കുന്ന നിബന്ധങ്ങൾ വളരെയധികം ആകർഷകമായിരിക്കും എന്നുള്ളതാണ്. ഭാവാത്മക നിബന്ധോ കി 3 ശൈലിയാ ദേഖി ജാതി ഹെ. ഭാവാത്മക നിബന്ധങ്ങൾ എഴുതുന്ന 3 ശൈലികൾ അതൊക്കെ ധാരാശൈലി, വിക്ഷേപിയ തരംഗ ശൈലി और പ്രലാപ് ശൈലി. അതിൽ ഓരോന്ന് പറയണം. ധാരാശൈലി മേ മന്ധർ ഗതി സെ സയ്യത്ത് ശബ്ദാവലി മേ ഭാവ കാ ധാരാ പ്രവാഹ പ്രകാശൻ ഹോത്താ ഹെ. ധാരാശൈലിയിൽ വളരെ മന്ദമായിട്ടുള്ള രീതിയിൽ വളരെ നിയന്ത്രണമുള്ള വാക്കുകളുടെ കൂട്ടങ്ങൾ കൊണ്ട്, നിയന്ത്രണമുള്ള വാക്കുകളുടെ സമൂഹം കൊണ്ട് ഭാവത്തിൻ്റെ ധാരാപ്രവാഹം പ്രകടമാവുന്നു. വിക്ഷേപിൽ അല്ലെങ്കിൽ തരംഗശൈലിമേ ഭാവോं का പ്രകാശൻ തരംഗ് മൗജ് और മസ്തി में रहता है. ഭാവങ്ങൾ എങ്ങനെ പ്രകടമാക്കേണ്ടി വരും? ഒരു തരംഗം എന്ന് പറഞ്ഞാൽ ഒരു തിരമാല എങ്ങനെയാണോ ചാഞ്ചാടുന്നത് ഉണ്ടാവുന്നത്, മൗസ് ആനന്ദം, സന്തോഷം, ആ തരത്തിലാണ് ഭാവങ്ങളെ പ്രകടിപ്പിക്കുക. जिससे भावों का अनुभव कभी तीव्र और कभी मंद रूप में होता है. അതിൻ്റെ ഫലമായിട്ട് ഭാവങ്ങളുടെ ഫീലിംഗ് ചിലപ്പോൾ തീവ്രമായിരിക്കും, ചിലപ്പോൾ മന്ദഗതിയിലായിരിക്കും. ഇനി പ്രലാപ ശൈലിയിലാകട്ടെ അതിഭാവാവേശിക്ക് ഉച്ഛൃംഖലാവസ്ഥ മേ ഹോത്തി ഹെ. എന്താണ്? ഭാവാവേശത്തിൻ്റെ ഏറ്റവും ഉച്ച അവസ്ഥയിലായിരിക്കും. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭാവങ്ങളുടെ ഉന്നതമായിട്ടുള്ള അവസ്ഥയിലൂടെ അല്ലെങ്കിൽ അവസ്ഥയെപ്പറ്റി വർണ്ണിക്കുന്ന ശൈലിക്കാണ് പറയുക പ്രലാപ ശൈലി എന്ന് പറയുക. इससे लेख भावों के प्रकाशन में एक व्याकुलता और चटपटाहट का अनुभव करता है. ഇതിലൂടെ ലേഖകൻ തൻ്റെ ഭാവങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു വ്യാകുലതയോടും ഒരു പിടച്ചിലോടും കൂടി ഉള്ള അനുഭവത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ വളരെ സങ്കടഭാവത്തിൽ, മനസ്സ് പിടയുന്ന തരത്തിലായിരിക്കും ലേഖകൻ അതിൽ തൻ്റെ ഭാവങ്ങളെ പ്രകടിപ്പിക്കുന്നത്. और भावों की अनर्गल अभिव्यक्ति भी पुनरुक्ति के कारण इस शैली में होती है. ഭാവങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രസൻറ്റേഷനും പുനരുക്തി കാരണം, അതായത് ഉണ്ടായ ഭാവങ്ങളെ വീണ്ടും വീണ്ടും പല ഭാഗത്തും ഉപയോഗിക്കുന്നത് കൊണ്ട്
ഈ ശൈലി ഉപയോഗിക്കുന്നത് കാരണം ഈ ശൈലിയിൽ ഒരു പ്രത്യേകത ഉണ്ടാകും എന്നാണ്. വിശേഷത എന്ന് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം കേട്ടോ. അടുത്തത് 4 विचारात्मक निबंधाണ്. विचारात्मक निबंध में किसी विषय पर रोचक ढंग से विचारों को प्रकट किया जाता है. വിചാരാത്മക നിബന്ധത്തിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ രസകരമായിട്ടുള്ള രീതിയിൽ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രകടിപ്പിക്കുന്നു. समस्त निबंधों को समास, व्यास, उत्कलिका, चूर्णक तथा सरल अलंकृत ശൈലിയോ में लिखा जा सकता है. ഗദ്യം എഴുതുന്ന ശൈലികളുണ്ട്. സമാസ ശൈലി, വ്യാസ ശൈലി, ഉത്കലിക, ചൂർണക്, സരൾ, അലങ്കൃത ശൈലി, ഇങ്ങനെ പലതരത്തിലുള്ള ശൈലികളുണ്ട്. അതിലാണ് എല്ലാ നിബന്ധങ്ങളും എഴുതാറ്. परंतु सर्वत्र निबंध में लेखक का व्यक्तित्व और निजीपन झांकता हुआ होना चाहिए. എന്നാൽ എല്ലാ നിബന്ധങ്ങളിലും എല്ലാ എസ്സേകളിലും ലേഖകൻ്റെ ആ വ്യക്തിത്വവും ലേഖകൻ്റെ തനിമയും എത്തി നോക്കുന്നതായിട്ട് നമുക്ക് തോന്നണം. അവിടെ ഏതൊരു ഒരു ലേഖനം എടുത്ത് നോക്കിയാലും അതിൽ ലേഖകൻ്റെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ലേഖകൻ്റെ പ്രതിബിംബം അതിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അടുത്ത നമ്മൾ ഗദ്യകാവ്യത്തിൻ്റെ ഒരു ഭാഗമാണ് നിബന്ധം എന്ന് പറഞ്ഞില്ലേ. എന്താണ് ഈ ഗദ്യകാവ്യം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗദ്യകാവ്യ കിസേ കഹത്തെ ഹേ ഉസ്കെ ഭേദോं का संक्षिप्त परिचय दीजिए. എന്താണ് ഗദ്യകാവ്യം എന്നാണ്. ആധുനിക യുഗ് ഗദ്യ കാ യുഗ് ഹെ, അഥ ഗദ്യകാവ്യ കാ മഹത്വ കം നഹി ഹെ. അതുകൊണ്ട് ഗദ്യകാവ്യത്തിന് ഒട്ടും മഹത്വം കുറവല്ല എന്നാണ്. ഛന്ദരഹിത് പതുക്കാ വിസ്താർ ഗദ്യ ഹെ. വൃത്തമില്ലാത്ത പദങ്ങളെ വിസ്തരിച്ചെഴുതുന്നതാണ് ഗദ്യമെന്ന് പറയുക. അപ്പോൾ ഗദ്യത്തിൽ എന്തില്ല? വൃത്തമില്ല. किसी कथानक, चरित्र या विचार की कल्पना और अनुभूति के माध्यम से गद्य में सरस और रोचक और रमणीय അഭിവ്യക്തി ഗദ്യകാവ്യ ഹെ. ഏതെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരാളുടെ ആശയം അതിനെ കൽപ്പനയിലൂടെയും അനുഭവത്തിലൂടെയും ഗദ്യത്തിലേക്ക് മാറ്റുന്നു. അതെങ്ങനെ? സരസമായിട്ട്, രോചകമായിട്ട്, മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ഗദ്യമെന്ന് പറയുക, അല്ലെങ്കിൽ ഗദ്യകാവ്യമെന്ന് പറയുക. യഹ് ഛന്ദ് മുക്ത്, ഇത് ഛന്ദ് മുക്താണ്, വൃത്തം ഇല്ലാത്തതാണ്. വ്യാകരണ സമ്മതമായിരിക്കണം, അതിൽ വ്യാകരണ തെറ്റുകളൊന്നും വരാൻ പാടില്ല. രമണീയ വാക്യരചനാകെ, അതിമനോഹരമായിട്ടുള്ള വാക്യരചന അതിലുണ്ടാവണം. പ്രാചീന ഗ്രന്ഥോമേം ഗദ്യകാവ്യക്ക് മുക്തക്, ഉത്കാലിക, ചൂർണക് और വൃത്തഗ്രന്ഥി ഏ ചാർ പേര് മിൽത്തെ ഹെ. പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഗദ്യകാവ്യത്തിന് എത്ര രൂപം കൊടുത്തിട്ടുണ്ട്? ഗദ്യകാവ്യ 4 ടൈപ്പ് ഉണ്ടെന്നാണ്. ഒന്ന് മുക്തകം, ഉത്കലിക, ചൂർണക്, പിന്നെ അതുപോലെ വൃത്തിഗ്രന്ഥി, ഇങ്ങനെ 4 ഭാഗങ്ങളുണ്ട്. 4 ഭാഗങ്ങളിൽ 4 പിരിവുണ്ടെന്നാണ്. संगठन सूत्र के आधार पर गद्य काव्य के 3 भेद है: गद्य प्रबंध, मुक्त गद्य और निबंध. സംഘടൻ സൂത്രക്കെ ആധാർ പർ, അതായത് പല ടൈപ്പിലുള്ള ഗദ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഭംഗിയായിട്ട് ഇതിവൃത്തത്തെ കണക്റ്റ് ചെയ്തിരിക്കുക എന്നുള്ള രീതിയിൽ നോക്കിയാൽ ഗദ്യം 3 തരത്തിലുണ്ട്. ഒന്ന് ഗദ്യപ്രബന്ധ്, മുക്തഗദ്യ और നിബന്ധ്. നിബന്ധ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്, എങ്കിലും ഓരോന്നെടുത്ത് പറയണം. ഗദ്യപ്രബന്ധമേ കിസി കഥാനക കാ സുസംഘടിത വികാസ് രഹത്താ ഹെ. ഗദ്യപ്രബന്ധത്തിൽ ഏതെങ്കിലും ഒരു ഇതിവൃത്തത്തെ സുസംഘടിത വികാസ് രഹത്താ ഹെ, വളരെ ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇസേ ഹി ഹം സാമാന്യതയ കഥാ സാഹിത്യ യാ ഉപന്യാസ് സാഹിത്യ കഹത്തെ ഹെ. ഏതെങ്കിലും ഒരു ഇതിവൃത്തം എടുത്തിട്ട് അതിനെ വളരെ ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിനെ നമുക്ക് കോമണായിട്ട് കഥാസാഹിത്യം അല്ലെങ്കിൽ നോവൽ സാഹിത്യം എന്നൊക്കെ പറയാം. അതായത് ഗദ്യപ്രബന്ധത്തിലാണ് ഏത് വരിക? നോവലും കഥകളൊക്കെ വരിക. അഗ്നിപുരാണമേം ഗദ്യപ്രബന്ധക്കെ 5 ഭേദ് ഉല്ലിഖിത്. അഗ്നിപുരാൺ എന്നുള്ള സംസ്കൃത ഗ്രന്ഥത്തിൽ ഗദ്യപ്രബന്ധത്തിന് 5 പിരിവുണ്ടെന്നാണ്. കഥ, ഖണ്ഡകഥ, പരികഥ, ആഖ്യായിക और
കഥാനിക. ഈ പേരൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത 2, മുക്ത गद्य काव्य में किसी प्रकार के कथाक्रम या विचार क्रम की बद्धता से रहित मुक्त गद्य काव्य है. ഈ മുക്ത് ഗദ്യകാവ്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കഥാക്രമമോ അല്ലെങ്കിൽ ആശയങ്ങളുടെ ക്രമബദ്ധതയോ ഇല്ല. അപ്പം കുറച്ച് ഭാഗത്ത്, അതായത് കുറച്ച് ഭാഗം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ കഥ സമ്പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അടുത്ത ഭാഗം വായിച്ചാൽ അത് വേറൊന്നായിരിക്കും. സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന അതിനെയാണ് പറയുക മുക്ത ഗദ്യകാവ്യം എന്ന് പറയുക. ജൈസെ സൂക്തി സംഗ്രഹം. ഇപ്പോൾ ദോഹയൊക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഏതിൽ വരും? മുക്ത ഗദ്യകാവ്യത്തിലാണ് വരിക. പക്ഷെ അത് ദോഹയാകുമ്പോഴത്തേക്ക് മുക്ത പദ്യമാണ്, പദ്യത്തിൽ പെട്ടതാണ്. അതുപോലെ ഗദ്യങ്ങൾ അങ്ങനെയുണ്ട്. ഒരുപാട് ഉദ്ധരണികളൊക്കെ വരില്ലേ, മഹാപുരുഷന്മാരുടെ ചില ഉദ്ധരണികളൊക്കെ വരില്ലേ, കൊട്ടേഷൻസ്, അതെല്ലാം ഈ സൂക്തി സംഗ്രഹമാണ്. അതൊക്കെ ഏതിൽ വരും? ഗദ്യകാവ്യത്തിൽ, മുക്ത് ഗദ്യകാവ്യത്തിൽ പെടും. അടുത്ത നിബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ വന്നതാണ്. നിബന്ധ വോ ഗദ്യരചന ഹേ जिसमें लेखक किसी भी विषय पर स्वच्छंदता पूर्वक परंतु एक विशेष सौष्ठव, संहिता, सजीवता और वैयक्तिकता के साथ अपने भावों, विचारों और अनुभवों को व्यक्त करता है. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ കഹാനി. കഹാനി നമ്മളിവിടെ വായിച്ചു. അതേതിലാണ് വരിക? ഗദ്യകാവ്യത്തിൽ വരുന്നതാണ്. ഏത്? കഹാനി ഒക്കെ. എന്താണ് കഹാനി? അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ട് കഹാനിയുടെ തത്വങ്ങൾ, അതിൻ്റെ വിശേഷതകളെ പറ്റി സമീക്ഷ നടത്തുക, നിരൂപണം ചെയ്യുക എന്നാണ്. അല്ലെങ്കിൽ കഹാനിക്ക് പ്രമുഖ തത്വം അവർ അംഗവും പർ പ്രകാശ് ഡാലിയെ. പ്രധാനപ്പെട്ട തത്വങ്ങളും വിഭാഗങ്ങളും അതിലേക്ക് വെളിച്ചം വീശുക. ജോ വസ്തു ദിൻ പ്രതിദിൻ രൂപ ബദൽത്തി വികസിത് ഹോ രഹി ഹേ ഉസ്കി പരിഭാഷ ദേന കഠിൻ ഹേ. ചില വസ്തുക്കൾ, ചില കാര്യങ്ങളൊക്കെ ദിനം പ്രതി അതിൻ്റെ രൂപത്തിന് മാറ്റം വരും. രൂപമാറ്റം വന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിനൊരു ഡെഫിനേഷൻ കൊടുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുച്ച് അനുഭവി ആലോചകോ ने സംക്ഷിപ്തതാ കോ കഹാനി കാ ഏകമാത്ര ലക്ഷൺ മാനാ ഹെ. ചില എക്സ്പീരിയൻസ് ഉള്ള നിരൂപകർ പറയുന്നത് സംക്ഷിപ്തതയാണ് കഥയുടെ ഒരേ ഒരു ലക്ഷണം. സംക്ഷിപ്തത എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു ആശയത്തെ ഒതുക്കുക. സംക്ഷിപ്തത, സമ്മറൈസ് ചെയ്യുക എന്ന് പറയില്ലേ, അതാണ്. अंग्रेजी उपन्यासकार वेल्स ने कहानी को वो कथा कहा है. കഹാനിയെ കഥയായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ഏക ഘണ്ടേമേം പഠി ജാ സകെ. 1 മണിക്കൂർ കൊണ്ട് വായിച്ച് പൂർത്തിയാക്കാൻ പറ്റുന്ന കഥയ്ക്കാണ് കഹാനി എന്ന് ഇംഗ്ലീഷ് നോവലിസ്റ്റ് വെയിൽസ് പറയുന്നു. കുച്ച് അംഗ്രേസി ലേഖകോനെ കഹാനിക്കോ ജീവൻ കാ ടുക്കട കഹാ ഹെ. എന്നാൽ ചില ഇംഗ്ലീഷ് ലേഖകർ കഥയ്ക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ജീവൻ കാ ടുക്കട, സ്നാപ്പ് ഷോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. डॉक्टर श्याम सुंदर दास जी के शब्दों में आख्यायिका एक निश्चित लक्ष्य या प्रभाव को रखकर लिखा गया आख्यान है. ആഖ്യായിക എന്ന് പറഞ്ഞാൽ കഥ തന്നെയാണ് കേട്ടോ. അപ്പം ഡോക്ടർ ശ്യാം സുന്ദർ ദാസ് പറയുന്നത് ആഖ്യായിക എന്ന് പറയുന്നത് ഒരു നിശ്ചിത ലക്ഷ്യം, ഒരു കഥ എഴുതുന്നതിൻ്റെ പിന്നിലൊരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ വായനക്കാരുടെ മനസ്സിനൊരു എഫക്റ്റ് ഉണ്ടാക്കണം. അങ്ങനെ എഫക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ എഴുതപ്പെട്ട കഥയ്ക്കാണ് കഹാനി എന്ന് പറയുക. ഇനി കഹാനിക്ക് തത്വം എന്തൊക്കെയാണ്? ഉപന്യാസ് കെ സമാൻ കഹാനി കെ പി ഛേ തത്വ ഛേ, ഇവിടെ തത്വം എന്ന് എഴുതണം കേട്ടോ. കഹാനി കെ പി ഛേ തത്വ മാനേ ഗേ ഹെ. നോവലിനെ പോലെ തന്നെ കഥയ്ക്കും 6 തത്വങ്ങളുണ്ടെന്ന് പറയുന്നു. ഒന്ന് കഥാവസ്തു, ചരിത്രചിത്രൻ, കഥോപകഥൻ, വാതാവരൺ, ഉദ്ദേശ്യ, ഭാഷാശൈലി. ഇതൊക്കെ മറ്റു പലതിലും വന്നിട്ടുണ്ടാവും കേട്ടോ. ആദ്യം കഥാവസ്തു. കഹാനിക്ക് കഥാവസ്തു അത്യന്ത സംക്ഷിപ്ത ഹോത്തി ഹെ. ഒരു കഥയുടെ കഥാവസ്തു വളരെ ചെറുതായിരിക്കും. कहानी का कथानक आरंभ होकर प्रायः किसी न किसी प्रकार के संघर्ष द्वारा क्रमशः विकसित होता हुआ चरम स्थिति को पहुंचता है. കഥയുടെ
ആ ഇതിവൃത്തം ആരംഭിച്ചിട്ട് മിക്കവാറും ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ ക്രമേണ വികസിച്ചുകൊണ്ട് അവസാനം അതിൻ്റെ ക്ലൈമാക്സിൽ അത് എത്തുന്നു. പെട്ടെന്ന് ആരംഭിക്കുന്നു, പെട്ടെന്നത് ക്ലൈമാക്സിൽ എത്തുന്നു. വഹാം പർ കൗതൂഹൽ കാ ചമത്കാരിക और कुछ अप्रत्याशित ढंग से अंत हो जाता है. അത് ക്ലൈമാക്സിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിലൊരു കൗതൂഹലം, ഒരു ജിജ്ഞാസ, അത്ഭുതകരമായിട്ടുള്ള ഒരു ജിജ്ഞാസയെ ഉണർത്താനുള്ള കഴിവ് അതിനുണ്ടാകണം. പിന്നെ ചിലപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങൾ വച്ചുകൊണ്ട് ആ കഥ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായിരിക്കും ചിലപ്പോൾ ആ കഥ അവസാനിക്കുക. ഇസ് പ്രകാർ കഹാനി കെ പൂരെ തഥ്യ കാ ഉദ്ഘാടൻ ഹോ ജാത്താ ഹെ. ഇങ്ങനെ കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കഥയുടെ സമ്പൂർണ്ണമായിട്ടുള്ള വസ്തുതകൾ അവിടെ വെളിച്ചത്ത് വരും. കഹാനിമേം ഏക് ദോ ഖുമാവ് ഉസ്കി രോചകതാക്കോ ബെടാത്ത. ചിലപ്പോൾ കഥ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. അതിനാണ് ഖുമാവ് എന്ന് പറയുക. അപ്പോൾ അത് ആ കഥയുടെ രസത്തെ, അതിൻ്റെ വായനക്കാർക്കുള്ള ഒരു രസം അത് വർദ്ധിക്കുകയും ചെയ്യും. അടുത്ത ചരിത്രചിത്രൻ. ചരിത്രചിത്രൻ और ഭാവാഭിവ്യക്തി को आजकल अधिक महत्व दिया जाता है. ഒരു കഥയിലുള്ള കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുന്നതിലും കഥാപാത്രത്തിൻ്റെ ഭാവങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നതിനെയും ഇക്കാലത്ത് കൂടുതൽ മഹത്വം നൽകപ്പെടുന്നു. ചരിത്രചിത്രൻ കാ സംബന്ധ് പാത്രവും സേഹെ. സ്വഭാവ നിരൂപണം ഏതിലാ വരിക? സ്വഭാവത്തെ ചിത്രീകരിക്കണമെങ്കിൽ അത് കഥാപാത്രങ്ങളുണ്ടെങ്കിലേ പറ്റൂ. കഹാനിമേം പാത്രവും കി സംഖ്യ ബഹുത് കം രഹത്തി. ഒരു കഥയിൽ കഥാപാത്രങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. फिर भी उनके व्यक्तित्व की झलक उनके ചരിത്ര ചിത്രങ്ങളിൽ പ്രകട ഹോത്തി ഹെ. എന്നാലും അയാളുടെ വ്യക്തിത്വത്തിൻ്റെ ദൃശ്യങ്ങൾ, വ്യക്തിത്വത്തിൻ്റെ ഒരു തിളക്കം അത് അയാളുടെ സ്വഭാവത്തെ ചിത്രീകരിക്കുന്നതിലൂടെ പ്രകടമാകും. കഹാനി കെ പാത്ര ചാഹെ കൽപ്പന ലോകമേ ഹോ യാ ചാഹെ വാസ്തവിക സംസാർ കെ കിന്തു സജീവ് और വ്യക്തിത്വപൂർണ്ണ ഹോനെ ചാഹിയെ. കഥയിലുള്ള കഥാപാത്രങ്ങൾ അത് കൽപ്പനാ ലോകത്തുള്ള കഥാപാത്രങ്ങളാവാം, അല്ലെങ്കിൽ യഥാർത്ഥ ലോകത്തുള്ള കഥാപാത്രങ്ങളാകാം. പക്ഷെ അത് സജീവവും വ്യക്തിത്വമുള്ളതും ആയിരിക്കണം ആ കഥാപാത്രം. അടുത്ത കഥോപകഥനാണ്. സംഭാഷണം. കഥ ആണെങ്കിലും ചിലപ്പോൾ അതിൽ ഇഷ്ടംപോലെ സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ ജയശങ്കർ പ്രസാദിൻ്റെ പല കഥകൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ സംഭാഷണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക. കഥോപകഥൻ ദ്വാരാ ഹി പാത്രവും കെ ഭാവവും കെ അഭിവ്യക്തി ഹോത്തി ഹെ. സംഭാഷണങ്ങളിലൂടെ കഥാപാത്രങ്ങളുടെ ഭാവങ്ങളെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അഗർ വാർത്താലാപ് പാത്രാനുകൂൽ ന ഹോത്തോ. സംഭാഷണങ്ങൾ കഥാപാത്രത്തിന് അനുകൂലം അല്ലെങ്കിൽ ഉസ് പാത്രക്കെ ചരിത്രചിത്രൻ കാ മൂല്യാങ്കൻ സഹി നഹി ഹോ സക്ത. ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് നന്നായിട്ട് വിലയിരുത്തുവാൻ പറ്റില്ല. കഥോപകഥൻ ദ്വാര പാത്രവും കെ ചരിത്രക്ക പരിചയഹി നഹി മിൽത്ത. സംഭാഷണത്തിലൂടെ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ നമുക്ക് വെളിവാവുക, കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും എന്ന് മാത്രമല്ല, വരൻ കഥാനക്കോ ആകെ ലേ ജാനേക്ക യത്ന ഭി ഹോത്താ ഹെ. എന്നാൽ ഇതിവൃത്തത്തെ, കഥയെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമവും ഈ കഥാപാത്രത്തിലൂടെ നമുക്ക് സാധിക്കും. സംഭാഷണത്തിലൂടെ സാധിക്കും. കഥോപകഥൻ കോ സജീവ് ചമത്കാരപൂർണ്ണ और പരിസ്ഥിതിക്ക് അനുകൂൽ ഹോന ചാഹി. സജീവമായിരിക്കണം, അത്ഭുതം, അതായത് നമുക്കൊരു അത്ഭുതം നിറഞ്ഞ സംഭാഷണങ്ങളായിരിക്കണം. പിന്നെ പരിസ്ഥിതിക്ക് അനുകൂൽ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിന് അനുസരിച്ചിട്ടുള്ള സംഭാഷണങ്ങളായിരിക്കണം. നിരർത്ഥക और बेकार के वार्तालाप की गुंजाइश नहीं होनी चाहिए. അനാവശ്യമായിട്ടുള്ള ഒരു ഉപയോഗവും ഇല്ലാത്ത സംഭാഷണങ്ങൾ ഒരു കഥയിൽ കിട്ടേണ്ട അല്ലെങ്കിൽ ഉണ്ടാകേണ്ട ഒരു സാധ്യതയും ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനുള്ള അവസരം ഉണ്ടാകരുത്. അനാവശ്യമായിട്ടുള്ള ധാരാളം സംഭാഷണങ്ങൾ പല കഥകളിലും കടന്നുകൂടിയിട്ടുണ്ട്. അത് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അടുത്ത വാതാവരൺ. ഒരു കഥയുടെ കഥ നടക്കുന്നതിൻ്റെ ഒരു ചുറ്റുപാട് കാണും. അതിനാണ് വാതാവരൺ. കഹാനിമേ വാതാവരൺ കെ ചിത്രൻ കി അധിക ആവശ്യകത ഹോത്തി ഹെ. അപ്പോൾ കഥ നടക്കുന്നത് ഒരു പുരാണ കഥയാണെങ്കിൽ ആ പുരാണ
കഥ ഏത് ചുറ്റുപാടിലാണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു ചുറ്റുപാടിനെ പറ്റിയുള്ള ഒരു ചിത്രണം കഥയിൽ ആവശ്യമാണ്. फिर भी देश काल की स्पष्टता लाने के लिए और परिस्थिति की अनुकूलता प्रकट करने के लिए वातावरण का चित्रण वांछनीय है. എന്നാലും ദേശം, കാലം ഇതൊക്കെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയും അതുപോലെ ചുറ്റുപാട് ചുറ്റുപാടിനെ അതിനനുകൂലമാക്കി പ്രകടിപ്പിക്കാനും വേണ്ടി വാതാവരൺ അല്ലെങ്കിൽ അന്തരീക്ഷം അല്ലെങ്കിൽ ചുറ്റുപാട് ചിത്രീകരിക്കേണ്ടത് അനിവാര്യമാണ്. അടുത്ത ഉദ്ദേശ്യം എന്നാണ്. ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ലക്ഷ്യം ഉണ്ടാവണം കഥയ്ക്ക്. ഉദ്ദേശ്യഹീന് കഹാനി ദിശാഹീന് പതങ്ക് സമാൻ ഹോത്തിക്ക്. ഒരു പിന്നിലൊരു എയിം ഉണ്ടാകണം ഒരു കഥ എഴുതുമ്പോൾ. അതില്ലാത്ത കഥ ദിശ വിട്ട അല്ലെങ്കിൽ ഒരു പട്ടത്തെ പോലെയാണ്. പട്ടം കൈവിട്ടു പോയാൽ എന്താണ്, ചരട് വിട്ട് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കില്ല. അതുപോലെയാണ് ഉദ്ദേശമില്ലാത്ത ഒരു കഥയുടെ അവസ്ഥ. കഹാനി ക ഉദ്ദേശ്യ സിർഫ് മനോരഞ്ജൻ ഹി നഹി. കഥ വായിച്ചാൽ അതിൽ നിന്ന് എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, ബൽക്കി ജീവൻ സംബന്ധി കുച്ച് തഥ്യ ദേനെ കാ ഹോത്താ ഹൈ. ജീവിതവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ തത്വങ്ങൾ ആ കഥയിലൂടെ നമുക്ക് കിട്ടണം. ഉദ്ദേശ്യക്കെ പ്രതി ലേഖകവുമേയും ദൃഷ്ടികോൺ ഏക്ക് ജൈസ നഹി ഹെ. ഉദ്ദേശത്തിനോടുള്ള ലേഖകന്മാരുടെ കാഴ്ചപ്പാട് ഒരുപോലെയല്ല. എല്ലാ ലേഖകരും ഒരേപോലെയുള്ള കാഴ്ചപ്പാട് കാണിക്കുന്നവരല്ല. കുച്ച് ലേഖക സമച്ചൗത്തെ പസന്ത് കർത്തേ ഹെ. ചില ലേഖകർ ഒരു കോംപ്രമൈസ്, സമൂഹവുമായിട്ടൊരു കോംപ്രമൈസ് ഇഷ്ടപ്പെടുന്നവരാണ്. കുച്ച് സംഘർഷക്കോ, ചില ആൾക്കാർ സമൂഹമായിട്ട് സംഘർഷത്തിന് ഏർപ്പെടുന്ന ആൾക്കാരാണ്. കുച്ച് ജീവൻക്ക് യഥാർത്ഥത പറ. ചില ലേഖകരുടെ കഥയ്ക്ക് പിന്നിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ മാത്രമായിരിക്കും. ഇതൊക്കെയാണ് ജീവിതം എന്ന് വായനക്കാരെ കാണിച്ചു കൊടുക്കുക. കുച്ച് ജീവൻക്ക് ആദർശവും പർ ജോർ ദേത്തെ. എന്ന ചില ലേഖകർ ചില കഥാകൃത്തുക്കൾ എഴുതുമ്പോൾ അതിൽ ജീവിതത്തിലുള്ള ആദർശങ്ങളായിരിക്കും ലക്ഷ്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അടുത്ത ഭാഷാശൈലി. भाषाशैली का संबंध कहानी के किसी एक पक्ष से नहीं रहता. शैली की अच्छाई या बुराई का प्रभाव पूरी कहानी पर पड़ता है. ഭാഷാശൈലിയുടെ ബന്ധം കഥയുടെ ഏതെങ്കിലും ഒരു പക്ഷവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ശൈലിക്ക് അച്ചായി യാ ബുരായി കാ പ്രഭാവ് പൂരി കഹാനി പർ പടുത്താ ഹെ. ശൈലിയുടെ നന്മയും തിന്മയും, നല്ല ശൈലിയാണെങ്കിലും ചീത്ത ശൈലിയാണെങ്കിലും ഇതിൻ്റെ സ്വാധീനം ആ കഥയിലാകമാനം നമുക്ക് കാണപ്പെടുന്നു. മുഖ്യ ശൈലിയാ ഹെ മുൻഷി പ്രേംചന്ദ് കി ചൽത്തി മുഹാവരേദാർ ഭാഷാ ശൈലി, ചണ്ഡി പ്രസാദ് और ജയശങ്കർ പ്രസാദ് കി അലങ്കൃത് സംസ്കൃത് പ്രധാൻ ശൈലി. പ്രധാനമായിട്ട് 2 ടൈപ്പുള്ള ഭാഷാ ശൈലിയാണ് ഉപയോഗിക്കാറ്. ഒന്ന് മുൻഷി പ്രേംചന്ദിൻ്റേതുപോലെയുള്ള ഒരുപാട് ഇഡിയംസ് ഉള്ള ഭാഷാശൈലി. അതുപോലെ ചണ്ഡി പ്രസാദ്, ജയശങ്കർ പ്രസാദിനെ പോലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള സംസ്കൃതമയമായിട്ടുള്ള ശൈലി. ഇങ്ങനെ 2 ടൈപ്പ് ശൈലിയാണ് ഉള്ളത്. ഉപരിക്ത് തത്വം കെ ആധാർ പർ ഹം കഹ് സക്തേ ഹെ കി ഇൻ തത്വം പർ ആധാരിത് ഹോക്കർ കഹാനി കാ നിർമ്മാൺ നഹി ഹോ സക്ത. മുകളിൽ പറഞ്ഞ തത്വങ്ങളെ ആസ്പദമാക്കിയിട്ട് നമുക്ക്